15 മോഡൽ 16 രജിസ്ട്രേഷൻ 320D ആണ്. ഓക്കെ. സ്പോർട്സ് ലൈൻ ആണ്. ട്വിൻ ടർബോ എഞ്ചിൻ അത്യാവശ്യം നല്ല പവർ ആയിരിക്കും അല്ലേ. ഒരു പോക്കറ്റ് റോക്കറ്റ് നമുക്ക് പറയാം. NOCയിൽ 13,2015 മോഡൽ 2-wheel drive ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കിയിട്ടുണ്ട്. ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000 ജെനുവിൻ തിരിച്ചില് മറിച്ചില്ല. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. അപ്പോൾ ആരെങ്കിലും സിംഗിൾ ഓണർഷിപ്പിൽ 15 മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തരാൻ സാധിക്കും. ഇന്റീരിയറും സെയിം ക്വാളിറ്റി. ലൈൻ 6 ആണ്. സ്റ്റേജ് 1ലേക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട്. 5ന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പവർ ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം കാല് കൊടുത്ത 18,000 ജെനുവിൻ ആണല്ലേ. ഓക്കെ ജെനുവിൻ അല്ലേ. ഓക്കെ. ഈ വണ്ടിയുടെ ഇന്ത്യയിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. മലയാള മീഡിയയിലെ ഒരു പ്രീമിയം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രീമിയം എപ്പിസോഡ് എന്ന് പറയുമ്പോൾ പ്രൈസ് പ്രീമിയം എന്നല്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഈ വാഹനങ്ങളൊക്കെ തരാൻ പോകുന്നത്. കൂടുതൽ ഫാൻ ബേസ് ഉള്ള മോഡൽ കൂടിയ ഫോർച്യൂണറുകൾ മുതൽ BM, Audi ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. BM 320D അതും ട്വിൻ ടർബോ എഞ്ചിനോട് കൂടി വരുന്ന വാഹനം. 50,000 കിലോമീറ്ററൊക്കെയാണ് ഇത് ഓടിയിട്ടുള്ളൂ. മാത്രമല്ല BMൽ റയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം BM 530D വരെ അവൈലബിൾ ആണ്. Audiയിൽ A6 നമ്മുടെ എയർമാറ്റിക് സസ്പെൻഷനൊക്കെ വരുന്നൊരു വാഹനം. എല്ലാ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. നമുക്ക് ഈ വാഹനങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന്റെ ഓണർമാരായിട്ടുള്ള നവാസ്കയും അതുപോലെ തന്നെ മകൻ സുഫിയാനാണ്. മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് കൊല്ലം ജില്ലയിൽ കൊല്ലത്തെ കരുനാഗപ്പള്ളി. ഓക്കെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്? നമ്മുടെ കയ്യിൽ 10ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. 10ഓളം വണ്ടികൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഫോർച്യൂണറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടീഷൻ? അതുപോലെ തന്നെ മെക്കാനിക് പരമായിട്ട് ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് അങ്ങനെ എന്തെങ്കിലും അതെല്ലാം ഗ്യാരണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് അങ്ങനെല്ലാം ഗ്യാരണ്ടിയാണ്. ധൈര്യത്തോട് കൂടെ കൊടുക്കാം. ഇനിയിപ്പോൾ അവർ ടയോട്ടയിൽ കൊണ്ടുപോയിട്ടോ ടയോട്ടയിൽ നാളെ കൊടുന്നു എങ്ങനെ വേണം ചെക്ക് ചെയ്തോട്ടല്ലേ. ഓക്കെ. ഇപ്പോൾ പ്രീമിയം വാഹനങ്ങളാണെങ്കിലോ അത് തന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാം. നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് തരുന്നതെന്ന് പറഞ്ഞു. ഓഫർ ഉണ്ടോ എന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോളി. മാത്രമല്ല ഫോർച്യൂണർ അതുപോലെ തന്നെ പ്രീമിയം വാഹനങ്ങൾ നോക്കുന്നവർ നിങ്ങളെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളി. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് ഫോർച്യൂണർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതും വൈറ്റ് കളർ അല്ലേ. ഇത് എത്രയാണ് മോഡൽ? 2015 മോഡലാണ്. 15 മോഡൽ. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര കറക്റ്റ് ഓടിയില്ലേ? 160 മീറ്ററിലാണോ? അത് ജെനുവിൻ ആണ്. പക്കാ ജെനുവിൻ. തിരിച്ചില് മറിച്ചില് കാര്യങ്ങൾ ഒന്നുമില്ല. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ധൈര്യത്തോട് കൂടി മെക്കാനിക് ഡൽഹിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ധൈര്യം നിങ്ങൾ തന്നെ ഓടിച്ചു വന്നു. അപ്പൊ ആ ഒരു ധൈര്യത്തിന് കൊടുക്കല്ലേ. ടയർ ഏകദേശം ഒരു 50% ടയർ വരുന്നുണ്ട്. 2-wheel drive ഓട്ടോമാറ്റിക് അല്ലേ. മൈലേജ് നമുക്കൊരു 12 വരെ പ്രതീക്ഷിക്കാം. എന്നാലും നമ്മളെ ഡ്രൈവിങ്ങിനനുസരിച്ചിരിക്കും. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ തന്നെ നമുക്ക് പറയാം. ഓക്കെ. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് നമ്മൾ? നമുക്ക് 13 ലക്ഷം രൂപ വിത്ത് NOC കൊടുക്കാം. വിത്ത് NOCയിൽ 13 ലക്ഷത്തിന് 2015 മോഡൽ 2-wheel drive ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ പ്രേക്ഷകർ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ലോൺ നമുക്ക് നമ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പർ ആയതിനു ശേഷം അല്ലേ. ഓക്കെ. കേരളത്തിലേക്ക് നമ്പർ ആയതിനു ശേഷം മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ലൈറ്റ് ഗോൾഡൻ. ഗ്രില്ല് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പ്രാഡോയുടെ ഗ്രില്ലാണ്. 1 ലക്ഷം രൂപയുടെ ആക്സസറീസ് ഉള്ള വണ്ടിയാണ്. പ്രാഡോന്റെ ഗ്രില്ലാണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ആക്സസറീസ് നിങ്ങൾക്ക് ഈ വാഹനം എടുക്കുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. വാഹനം എങ്ങനെയാണ് മെക്കാനിക് പരമായിട്ട്? എല്ലാം പക്കയാണ്. 100%. 2014 ലാസ്റ്റ് അല്ലേ. 5 സ്പീഡ് വണ്ടിയാണ്. 5 സ്പീഡ് ഗിയർ 2-wheel ഓട്ടോമാറ്റിക്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് ഇല്ല. റീപ്ലേസ് ചെയ്തിട്ടില്ല. അത് മാറി കൊടുക്കാം. കാണിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല ബോഡി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ്. DL രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തെടുത്തോളി. ഓക്കെ. അപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല ഇത് കിലോമീറ്റർ എത്രയാണ്? 1,18,000 ജെനുവിൻ ആണല്ലേ. ഓക്കെ അല്ലേ. ജെനുവിൻ അല്ലേ. ഓക്കെ. ഈ വണ്ടിയുടെ ഇന്റീരിയർ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ. റേറ്റ് എത്രയാണ്? റേറ്റ് അത് തന്നെ 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യണല്ലേ. എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോടെ മാക്സിമം. നമ്മുടെ പ്രേക്ഷകർ വരുമ്പോൾ റേറ്റിന്റെ കാര്യത്തിൽ ഇവിടുന്ന് തെറ്റിപ്പോയി. അതാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഫോർച്യൂണറിനെ പരിചയപ്പെടാം. അതും വൈറ്റ് കളർ. ഇത് എത്രയാണ് മോഡൽ? കിലോമീറ്റർ
ഇത് 2015 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. 143 ഓട്ടം. 1,43,000 അല്ലേ? ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. മെക്കാനിക് എല്ലാം പക്കയാണ്. ഇഷ്യൂസ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതും ഇതുപോലെ മെയിൻ ക്ലാസ് ഒരു പൊട്ടലുണ്ട്, ക്രാക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന 90% വാഹനങ്ങൾക്ക് നമുക്ക് മെയിൻ ഗ്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഗ്ലാസ് റീപ്ലേസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വണ്ടി ബോഡി ആയിക്കോട്ടെ എഞ്ചിൻ വർക്ക് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് ഗ്യാരണ്ടി വർക്ക് കൊടുത്തു. ഓക്കെ, ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 90% ഉണ്ട്. 90 അല്ലേ? ഒരു 90% ടയറും വരുന്നുണ്ട്. വണ്ടി ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഡി എൽ ആണല്ലേ വണ്ടി? സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. അപ്പോൾ ആരെങ്കിലും സിംഗിൾ ഓണർഷിപ്പിൽ 15 മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തരാൻ സാധിക്കും. ഇന്റീരിയറും സെയിം ക്വാളിറ്റി തന്നെയാണ്. എത്രക്കാണ് കൊടുക്കുക നമ്മൾ? നമുക്കിത് 13,400 വിത്ത് NOC കൊടുക്കാം. 13,400,000 ലക്ഷം രൂപ വിത്ത് NOC നമുക്ക് കൊടുക്കാം. ലോണിന്റെ പരിപാടി എങ്ങനെയാണ്? ലോൺ നമ്പർ ആയതിനു ശേഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തൊരു ഫോർച്യൂണർ പരിചയപ്പെടുത്തി കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ടയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ്. 4 ലക്ഷം രൂപ ലെൻസോട് അലോയാണ് അടക്കുന്നത്. 4 ലക്ഷം രൂപ വിലയുള്ള 4 ലക്ഷം രൂപയുടെ വിലയുള്ള അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2014 ആണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓൺ. 143 ഓട്ടം. 1,43,000. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കല്ലേ? ഇപ്പൊ നമ്മൾ കാണിച്ച ഒരു 90% ഫോർച്യൂണറുകളും സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർ, മേജർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികൾ, ഓവർ ഓടാത്ത, അത് മാത്രമല്ല 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടികൾ അല്ലേ? ഈ ഒരു വണ്ടി നമുക്ക് ധൈര്യത്തോടു കൂടി കൊടുത്തൂടെ? പിന്നെ 100% ഗ്യാരണ്ടി. മെക്കാനിക്, ബോഡി ഭാഗങ്ങൾ, ഇന്റീരിയർ ഒക്കെ ക്ലീൻ അല്ലേ? എല്ലാം പക്കയാണ്. പക്കായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വരിക, ചെക്ക് ചെയ്യുക, എടുക്കുക. ഇതിന് ഇന്റീരിയർ കണ്ടാൽ തന്നെ വലിയ മോശം നമുക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വലിയ മോശം തോന്നുന്നില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ വേണം ചെക്ക് ചെയ്യുക. ടയോട്ടൻ്റെ ഷോറൂമിൽ നിന്നോ കൊടുക്കുന്ന ആളെ കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ നമുക്ക് 14 ലക്ഷം രൂപ വിത്ത് NOC കൊടുക്കാം. 14 ലക്ഷം രൂപ വിത്ത് NOCയിലാണ് ആസ്ക് ചെയ്യുന്നത്. കാരണം അതുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് ചോദിക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് BMന്റെ സെഗ്മെന്റിലേക്ക് അടക്കാം. BME 320D ഉണ്ട്, അതുപോലെ തന്നെ 530D നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015-16 ആണ്. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. 320D ആണ്. ഓക്കെ, സ്പോർട്സ് ലൈൻ ആണ്. ട്വിൻ ടർബോ എഞ്ചിൻ. അത്യാവശ്യം നല്ല പവർ ആയിരിക്കും അല്ലേ? ഒരു പോക്കറ്റ് റോക്കറ്റ് നമുക്ക് പറയാം. അത്രയും ഒരു കുഞ്ഞൻ വണ്ടി, പക്ഷെ ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡീസൽ എഞ്ചിൻ അല്ലേ? ഓക്കെ, മൈലേജ് ഒക്കെ എത്ര കിട്ടും? 20-21 കിട്ടും. 20-21 ആ ലെവൽ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ഡ്രൈവിന് അനുസരിച്ചിരിക്കും. നല്ലൊരു വൈറ്റ് കളറാണ് വാഹനം വരുന്നത്. സ്പോർട്ട് ലൈൻ അല്ലേ? ടയർ എത്രയാണ്? ടയർ ഒരു 90%. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. ജെനുവിനാണോ? സർവീസ് ഇപ്പൊ കഴിഞ്ഞിറങ്ങി. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെഡ് തീമിലാണ് വരുന്നത്. ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഇന്റീരിയർ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റുകൾ, അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് 14 ലക്ഷം രൂപ വിത്ത് NOC കൊടുക്കാം. വിത്ത് NOCയിൽ 14 ലക്ഷം രൂപ. 50,000 കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ. അതെ, തീർച്ചയായിട്ടും ലോ കിലോമീറ്റർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പേ ആയിട്ടുള്ളൂ. നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 530D അല്ലേ? 520 അല്ല, 525 അല്ല, 530 ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എഞ്ചിൻ എങ്ങനെയാണ് ഇതിന്റെ പവർ? 6 ആണ്. സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിട്ടുണ്ട്. M5ന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പവർ ഉണ്ടാവില്ല? അപ്പോൾ അത്യാവശ്യം കാല് കൊടുത്താൽ പറക്കും. M5ന്റെ വീലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അലവീൽസിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന അലവീലാണ്. മാത്രമല്ല വണ്ടി ഒന്ന് ലോവർ ചെയ്ത പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക്. ഓക്കെ, ഇത് മൊത്തത്തിൽ കണ്ടീഷന്, മോഡല്, ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, 1,10 ഓട്ടം. 1,10,000. മോഡൽ എത്രയാണ്? 2012 മോഡല്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള CH ആണല്ലേ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഓക്കെ, ഇത് വണ്ടി മെക്കാനിക്കും ഓക്കെ അല്ലേ? പ്രീമിയം വണ്ടിയാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ധൈര്യക്കമ്മി ഉണ്ടാവും. ഗ്യാരണ്ടി ഇന്റീരിയർ നോക്കുകയാണെങ്കിലും എഞ്ചിനും ഗിയർ ബോക്സും 6 മാസം ഗ്യാരണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സും 6 മാസം ഗ്യാരണ്ടി വിട്ട് കൊടുക്കാം അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ ആണ്. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 14-15 ഒക്കെ കിട്ടും. അത്ര പ്രതീക്ഷ മതി. ഡീസൽ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് Audi A6 പരിചയപ്പെടാം. ഇത് എയർമാറ്റിക് സസ്പെൻഷൻ ഒക്കെ വരുന്ന വണ്ടി. അതൊക്കെ വർക്കിംഗ് ആണ്? വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ, ഇത് എത്ര മോഡല്? 2013 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുള്ളത്? 79,000. ജെനുവിനാണ്. ഓക്കെ, വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്രീ ആണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ടയർ എത്ര ഉണ്ട്?
ടയർ ഒരു 80% ടയർ ഉണ്ട്. ടയർ ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ടൊക്കെ ഫിറ്റ് അല്ലേ? ഓക്കെ. A6 ആണ്, കുറച്ച് മെയിൻ്റെനൻസ് കൂടുതൽ വണ്ടിയാണ് A4നെ അപേക്ഷിച്ച്. പക്ഷേ അത്യാവശ്യം നല്ല ലക്ഷറി വണ്ടിയാണ്, ഒരു ക്ലാസ് വണ്ടി അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു വാഹനമാണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യണം നമ്മൾ A6ന്? ഇത് 13.5 കൊടുക്കാം നമുക്ക്. 13.5 ലക്ഷം രൂപ നമ്പർ ആയ വണ്ടിയാണ്. 3 ലക്ഷം രൂപ കൊടുത്തപ്പോൾ നമ്പർ ആക്കിയാണ്. ഇത് ലോൺ കിട്ടുമോ? ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ? ഫുൾ ലോൺ ചെയ്യാം. ഫുള്ള് ലോൺ അല്ലേ? മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ലുക്ക് തരുന്ന, A4നെക്കായി ഒന്നുകൂടി ക്യൂട്ട് ലുക്ക് തരുന്നൊരു വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് Audi A4 പരിചയപ്പെടാം, അതും സിൽവർ കളറ്. ഓക്കെ. നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഇത് മോഡൽ എത്രയായി? 2013 ലാസ്റ്റ്. എസ് ലൈൻ ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് എസ് ലൈൻ. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, അന്നിറങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപ കൊടുത്തപ്പോൾ നമ്പർ ആക്കിയിട്ടുണ്ട്. ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000 ജെനുവിൻ, തിരിച്ചില് മറിച്ചില്ല ഒന്നുമില്ല. അപ്പോൾ അതിന്റെ ബോഡി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിന്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ വെറും 38,000 കിലോ പെട്രോൾ ഒന്നല്ലല്ലോ, ഡീസലാണ് അല്ലേ? ഡീസൽ ലോ കിലോമീറ്റർ വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ്. ഓണർഷിപ്പ് സെക്കൻഡ്, സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓണറായി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ആ ഒരു 38,000 കിലോമീറ്റർ ഓടിയ ആ ഒരു ഫിനിഷിങ് നമുക്ക് ഇന്റീരിയറും കാണാൻ സാധിക്കുന്നുണ്ട്. ടയർ എല്ലാം ഒരു 90% ഉണ്ട്. 90% ടയർ വരുന്നത്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ഡൽഹിയിൽ ഓടി വന്ന വണ്ടിയാണ്. അവിടുന്ന് ഓടിച്ചു വന്ന വണ്ടിയല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യണേ മുതൽ? 14 ലക്ഷം രൂപ കേരള നമ്പറാണ്. നമ്പർ ആയിട്ട് 14. ഓക്കെ. അത് നല്ല കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്, കാരണം ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോൺ എത്ര കിട്ടും? ലോൺ ഫുൾ ലോൺ നമുക്ക് ചെയ്യാം, നല്ല കസ്റ്റമറാണ്. നല്ല ട്രാക്കിൽ സിബിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ. കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ജെനുവിൻ ആണ്, അല്ലെന്ന് തെളിയിച്ച വണ്ടി ഫ്രീ. ഓ, അത്ര ഗ്യാരണ്ടി. ഓക്കെ. എങ്ങനെയുണ്ട് ഒരു ലക്ഷറി എപ്പിസോഡ്? എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ പ്രൈസിലോ അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ തരാൻ പോകുന്നത്. നമ്മുടെ മലയാളി മീഡിയ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും പ്രൈസിൻ്റെ കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട, നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊടുക്കണം. ഓക്കെ. പെരുന്നാളാണ്, ഓഫർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. മാത്രമല്ല അവർ വരുന്ന സമയത്ത് ഇപ്പോൾ ടൊയോട്ടൻ്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ബാക്കിയുള്ള വണ്ടികളാണെങ്കിലും അതിനുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെക്ക് ചെയ്യുക, തിരിച്ചിട്ടോ മറിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി. അപ്പോൾ വരുന്ന സമയത്ത് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. മാത്രമല്ല ടൊയോട്ട നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.